നിദ്ര സാരി ചുറ്റി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ രുദ്രൻ അവിടെ കാണില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളുടെ വിശ്വാസം പോലെ തന്നെ അവൻ അവിടെ നിന്ന് പോയിരുന്നു. നിദ്ര ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. ഇപ്പോൾ സ്ലീവ്ലെസ്സുമായി ഏറെക്കുറെ ഇണക്കം വന്ന് കഴിഞ്ഞിരുന്നു അവൾക്ക്. ഒരാകാശനിലയിൽ വെളുത്ത റോസാപ്പൂക്കളുള്ള ഓർഗൻസ് സാരിയായിരുന്നു അത്. അതിൽ അവൾ അതിമനോഹരിയായിരുന്നു. ഒരീളം നീലപ്പൊട്ടും കുത്തി മുടി വെറുതെ കുളിർ പിന്നിൽ കെട്ടി കാറ്റിലുലയാൻ വിട്ടുകൊണ്ട് നിദ്ര പുറത്തേക്കിറങ്ങി. അടുക്കള ലക്ഷ്യമാക്കി അവളുടെ കാലുകൾ ചലിച്ചു. പ്രതീക്ഷിച്ചതുപോലെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടതും ഗായത്രി ദേവി വളരെ മനോഹരമായ ഒരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചു. അത് കാണുക പല വിഷമങ്ങളും നിമിഷ നേരം കൊണ്ട് നിദ്രയിൽ നിന്നും അലിഞ്ഞില്ലാതെയായി. ആഹാ, നേരത്തെ ഉണർന്ന മോള്, ഇത്തിരി കൂടി കിടക്കായിരുന്നില്ലേ? ഗായത്രി ദേവി അവളുടെ നേർക്കൊരു കപ്പ് കാപ്പിയുമായി ചെന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. എന്നിട്ട് വേണം കുറേ നാൾ കഴിയുമ്പോൾ രാവിലെ ഉറങ്ങി എനിക്കത് ശീലമായി കഴിഞ്ഞാലേ വന്ന അമ്മായിമ്മ പോലെ എടുക്കാനല്ലേ. ഈ പെണ്ണ് നേരത്തിനും കാലത്തിനും എണീറ്റ് വരില്ലെന്ന് എല്ലാവരോടും പറയാനല്ലേ. എനിക്കൊക്കെ അറിയാൻ കേട്ടോ. കുസൃതി ചിരിയോട് അമ്മയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിദ്ര പറഞ്ഞപ്പോൾ അടുക്കളയിലുള്ള 2 ചേച്ചിമാരും അടക്കം ചിരിച്ചു പോയി. ഗായത്രി ദേവി അവളുടെ ചെവിയിൽ പിടുത്തമിട്ടു. അമ്പടി കേമി, നീ ആള് കൊള്ളാലോ. അപ്പം നീ മിണ്ടാപൂച്ചയല്ലല്ലോ ഞാൻ കരുതിയതുപോലെ. അയ്യോ അമ്മേ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. വിട്, വേദനിക്കുന്നു. നിദ്ര വെച്ചപ്പോൾ ഗായത്രി ദേവി ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിലെ പിടുത്തം വിട്ടു. നിദ്ര കാപ്പി വാങ്ങി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുകയായിരുന്നു. നീ ഇതെങ്ങോട്ടാ? വന്നപ്പോഴേക്കും പോകുകയാണോ? അത് കാപ്പി അദ്ദേഹത്തിന് കൊടുക്കാൻ. പതർച്ചയോടെ നിദ്ര പറഞ്ഞത് കേട്ടപ്പോൾ ഗായത്രി ദേവിക്ക് ചിരി വന്നുപോയി. രുദ്രനെ എന്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്യുമെന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. അവന് കാപ്പിയൊന്നും വേണ്ട, അത് നിനക്കുള്ളതാ. നീ ഇവിടെ ഇരുന്ന് കുടിച്ചോ, അവനുള്ളതൊക്കെ ഞാൻ വേറെ കൊടുത്തോളാം. അവളെ പിടിച്ചടുക്കളയിലിട്ടിരുന്ന ചെറിയ ഡൈനിങ് ടേബിളിന് മുന്നിലായിക്കൊണ്ടിരുത്തിയിട്ട് ഗായത്രി ദേവി പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇതുവരെയും ഒരു ചായയോ കാപ്പിയോ സ്വയമിട്ട് കുടിച്ചതല്ലാതെ മറ്റൊരാളുടെ കൈകൊണ്ട് കിട്ടിയ ഓർമ്മയില്ല അവൾക്ക്. അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളം നേറി. കുടിക്ക്. അവളുടെ ഉള്ളം അറിഞ്ഞതുപോലെ ഗായത്രി ദേവി തലയിൽ തഴുകിക്കൊണ്ട് അലിവോടെ പറഞ്ഞു. നിദ്ര തല ഉലുക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ കാപ്പി ഊതി കുടിക്കാൻ തുടങ്ങി. ഗായത്രി ദേവി കാപ്പിയുടെ കപ്പ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ നിദ്ര ആദ്യം കരുതിയത് സാധാരണ അമ്മായിയമ്മമാർ പറയുന്നത് പോലെ ഭർത്താവിന് കാപ്പി കൊണ്ട് കൊടുക്കുമോളെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നതായിരിക്കുമെന്നായിരുന്നു. പക്ഷേ അമ്മ തനിക്കാണ് കാപ്പി തന്നത് എന്ന് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു മനസ്സമാധാനം വന്നു മനസ്സിൽ നിറഞ്ഞു. ഇനി രുദ്രനൊപ്പം ഈ വീട് വിട്ടു പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോഴായിരുന്നു അവൾക്ക് കൂടുതൽ സങ്കടം. അതിനു മുന്നായി അമ്മയോട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കാൻ നോക്കണമെന്ന് നിദ്ര കരുതി. രുദ്രൻ്റെയും സാറയുടെയും കൂടെ നിൽക്കുക എന്നുള്ളത് അവൾക്ക് ആലോചിക്കാൻ തന്നെ വയ്യായിരുന്നു. ദേവിമോളെ, പുട്ടു മതിയോ ഇന്ന്? അടുക്കളയിൽ നിന്നിരുന്ന ഭവാനി ചേച്ചി അമ്മയോട് ചോദിക്കുന്നത് നിദ്രയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രഭാത ഭക്ഷണം എന്താണ് ഉണ്ടാക്കുക എന്നതാണ് ചർച്ച. 2 ചേച്ചിമാരാണ് അവിടെ അടുക്കളയിൽ സഹായത്തിനുള്ളത്, ഭവാനിയും ഭാർഗവിയും. അവർ 2 സഹോദരിമാർ കൂടിയാണ്. അയ്യോ, പുട്ട് വേണ്ട ചേച്ചി, ഇന്ന് രുദ്രനുണ്ടല്ലോ, അവന് പുട്ടൊന്നും ഇഷ്ടമല്ല. എങ്കിൽ പിന്നെ എന്തിപ്പോൾ ഉണ്ടാക്കുക? ഈ ചെക്കനാണെങ്കിൽ ഒന്നും പിടിക്കില്ല, എന്താ ചെയ്യുക? ഗായത്രി ദേവിയും ആലോചനയിലായി. അപ്പോഴാണ് നിദ്രയുടെ കണ്ണിൽ 2 കപ്പയുടെ കടയിരിക്കുന്നത് കണ്ടത്. ഈ കപ്പ നമ്മുടേതാണോ അമ്മേ? പറമ്പിൽ നിന്നും വിളവെടുത്തുകൊണ്ട് വന്ന് വെച്ചതുപോലെയാണ് അവൾക്ക് തോന്നിയത്. അതിൽ നിന്നും മണ്ണ് പോലും ഇളകി പോകാതെ അവിടെ വിലയായി പറ്റിയിരിപ്പുണ്ട്. അതേ മോളി, നമ്മുടെ തൊടിയിൽ ഉണ്ടായതാണ്. രുദ്രൻ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ രാത്രി കപ്പയും മീനും അവന് മസ്റ്റാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് കപ്പ. ഗായത്രി ദേവി പറഞ്ഞു. അവളുടെ കണ്ണുകൾ വിടർന്നു. എങ്കിൽ കപ്പപ്പുട്ട് ഉണ്ടാകട്ടെ അമ്മേ, ആൾക്കത് ഇഷ്ടാകുമോ? കപ്പ വെച്ച് എന്തുണ്ടാക്കി കൊടുത്താൽ അവനത് കഴിക്കും, അത്രയ്ക്ക് ജീവനാണ് അവന്. ഗായത്രി ദേവി പറഞ്ഞത് കേട്ട് ബാക്കിയുള്ള കാപ്പി കൂടി വേഗം കുടിച്ചു തീർത്ത് നിദ്ര പെട്ടെന്ന് എഴുന്നേറ്റു. അയ്യോ, കപ്പപ്പൊടി ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാനാ മോളെ? ഇതിപ്പോൾ പച്ചക്കപ്പിയല്ലേ? ഭാർഗവി ചേച്ചി സങ്കടത്തോടെ പറയുന്നത് കേട്ടപ്പോൾ അവർക്കതിനെപ്പറ്റി അറിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഞങ്ങളൊക്കെ പച്ചക്കപ്പ വെച്ചും ഉണ്ടാക്കും ചേച്ചി, അതാ കൂടുതൽ ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ചേച്ചി, പേടിക്കേണ്ട. നിദ്ര ചിരിയോടെ കപ്പെടുത്ത ആവശ്യത്തിന് കടയിൽ നിന്ന് മുറിച്ച് മാറ്റി ബാക്കി താഴെ തന്നെ വെച്ചു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു കഴുകിയ ചെറിയ കഷ്ണങ്ങളായി അവൾ അത് മുറിച്ചെടുക്കുന്നത് കൗതുകത്തോടെ ഗായത്രി ദേവി നോക്കി നിന്നു.
എല്ലാവരും അവളെ സഹായിക്കാൻ ചുറ്റും കൂടി. കപ്പയുടെ കഷ്ണങ്ങളുടെ നടുവിലെ നാര് കളഞ്ഞിട്ട് നിദ്ര മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഗ്രേറ്റർ ഉണ്ടോ ചേച്ചി? ആം ഉണ്ട് മോളെ, ഇപ്പം എടുത്തു തരാം. ഭവാനി ധൃതിയിൽ 2-3 ഗ്രേറ്റർ എടുത്ത് കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം നോക്കിയെടുത്ത് നിദ്ര കപ്പ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങി. അയ്യോ മോൾ മാറി നിന്ന് കുഞ്ഞി, ഇതൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. ഭവാനി അവളെ നോക്കി പറഞ്ഞപ്പോൾ നിദ്ര ചിരിച്ചു. ഇതൊക്കെ ഈസിയല്ലേ ചേച്ചി, വീട്ടിലിതൊക്കെ എനിക്ക് പതിവാ. നിദ്ര അവർക്കൊപ്പം നിന്ന് എല്ലാ ജോലിയും ചെയ്തു. കപ്പ ഗ്രേറ്റ് ചെയ്തതിൽ നിന്നും വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് ഉപ്പ് ചേർത്ത് ഏതാനും അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ അവളത് പുട്ടുകുച്ചിയിൽ ഇടയ്ക്കിടെ നാളികേരം ചിരകിയത് കൂടി ചേർത്ത് വേവിച്ചെടുത്തു. നല്ല ആവി പറക്കുന്ന കപ്പപ്പുട്ട് ഒരൽപ്പം എടുത്ത് രുചിച്ച് നോക്കിയപ്പോൾ ഗായത്രി ദേവിയുടെ കണ്ണുകൾ വിടർന്നു പോയി. അത്രയ്ക്ക് രുചികരമായിരുന്നു അത്. ഭവാനിയും ഭാർഗവിയും കൂടി ഒരൽപ്പം എടുത്ത് രുചിച്ച് നോക്കിയപ്പോൾ അവർക്കും അത് നന്നേ ഇഷ്ടമായി. പക്ഷേ നിദ്രയുടെ ടെൻഷൻ അവളാണത് ഉണ്ടാക്കിയത് എന്നെങ്ങാനും അറിഞ്ഞ രുദ്രൻ അത് കഴിക്കുമോ എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് അവൻ്റെ മുന്നിൽ നിന്നും തന്നിഷ്ടം കാണിച്ചതിൻ്റെ ഓർമ്മകൾ അവനിൽ നിന്നും ഇനിയും മായാതെ തങ്ങി നിൽക്കുമ്പോൾ. മോളെ, ഞാൻ വെറുതെ പറയുകയല്ല കേട്ടോ, നന്നായിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാലോ, കറി പോലും വേണമെന്നില്ല. ആണോ അമ്മേ? അമ്മയ്ക്ക് ശരിക്കും ഇഷ്ടമായോ? കണ്ണുകൾ വിടർത്തി അത്ഭുതത്തോടെ നിദ്ര ചോദിച്ചു. എന്ത് ചോദ്യമാ മോളെ ഇത്? നന്നായിട്ടുണ്ട്. നിദ്രയ്ക്ക് ശരിക്കും സന്തോഷം തോന്നിപ്പോയി. ആദ്യമായാണ് ഇത്തരത്തിലൊരു അഭിനന്ദനം അവൾക്ക് കിട്ടുന്നത്. എത്ര നന്നായി ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും സത്യഭാമയും ശരണ്യയും കുറ്റം പറയാതിരുന്നിട്ടില്ല. കടല എവിടെയായിരിക്കുന്നത് ചേച്ചി? നിദ്ര വേഗത്തിൽ കടലക്കറി തയ്യാറാക്കാമെന്ന് കരുതി ചോദിച്ചു. ഭവാനി അതുകൂടി എടുത്ത് അവൾക്ക് കൊടുത്തു. നിദ്ര എളുപ്പത്തിൽ കടലക്കറി കൂടി തയ്യാറാക്കിയെടുത്തു. വളരെ ചടുലതയിലായിരുന്നു നിദ്ര പണികളെല്ലാം ചെയ്തത്. എങ്കിൽ പോലും രുചിയുടെ കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്തുകയുമില്ല. എല്ലാം കണ്ടു നിൽക്കവേ ഗായത്രി ദേവി അത്ഭുതമൂറി. എത്ര നന്നായിരിക്കുന്നു! നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പണിയെടുപ്പിക്കാനല്ലല്ലോ, അല്ലെങ്കിൽ ഇവരെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേനെ, എന്നിട്ട് സ്ഥിരമായി നിന്നെ ഇവിടെ നിർത്തിയേനെ. കറി കൂട്ടി പുറ്റ് രുചിച്ചു നോക്കിയിട്ട് ഗായത്രി ദേവി കളിയായി പറഞ്ഞു. ഞങ്ങളുടെ കഞ്ഞികൂടി മുട്ടിക്കല്ലേ കുഞ്ഞെ, ഇനി ഈ വഴിക്ക് വന്നേക്കല്ലേ. ഭാർഗവി തമാശ പോലെ അവൾക്ക് നേരെ കൈകൂപ്പി. ഞാൻ വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തേലും ചെയ്തു തരാൻ. ഇതൊക്കെ എനിക്കിഷ്ടമാ ചെയ്യാൻ. നിങ്ങളുടെ പണി പോകുമെന്ന് പേടിക്കേണ്ട കേട്ടോ. നിദ്ര ഭവാനിയുടെ കവിളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും സന്തോഷം ആദ്യമായായിരുന്നു അവൾ അനുഭവിക്കുന്നത്. രുദ്രമോന് വരാൻ സമയമായി കേട്ടോ, ഞാനിതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് വെക്കട്ടെ. ഭവാനി ഭക്ഷണം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുകയായിരുന്നു. ഞങ്ങൾ കൊണ്ട് വെച്ചോളാം ചേച്ചി. ചേച്ചി അവനുള്ള ചായ എടുത്ത ചൂടോടെ, ചൂടില്ലെങ്കിൽ അവന് ഇഷ്ടമല്ല. ഗായത്രി അപ്പോഴേക്കും പുട്ടും കൊണ്ട് നടന്നു തുടങ്ങിയിരുന്നു. ഞാനിതൊരു രുദ്രന് കൊടുത്തിട്ട് വരാം മോളെ, അവനിപ്പോൾ ഡൈനിങ് ഹാളിൽ എത്തിക്കാണും. നീ ആ കടലക്കറി എടുത്തിങ്ങ് വാ. പുട്ടെല്ലാം എടുത്തുകൊണ്ട് ഗായത്രി മുന്നിട്ട് നടന്നപ്പോൾ പിന്നാലെ കടലക്കറി നിറച്ച പാത്രം കൊണ്ട് നിദ്ര ചെന്നു. രുദ്രൻ പക്ഷെ എത്തിയിരുന്നില്ല. അമ്മേ, ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വെച്ചുകൊണ്ട് നിദ്ര വിളിച്ചപ്പോൾ ഗായത്രി ദേവി മുഖം ഉയർത്തി നോക്കി. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയല്ലേ അമ്മേ, ഭവാനി ചേച്ചി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മതി. താൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രൻ അത് കഴിച്ചേക്കില്ല എന്നവൾ ഭയന്നു. അത്ഭുതത്തോടെ ഗായത്രി ദേവി തലകുലുക്കി. എങ്കിലും അവളൊന്നും പറഞ്ഞില്ല. രുദ്രൻ വരുമ്പോൾ പുട്ടും കടലയും ടേബിളിൽ തയ്യാറായിരിക്കുന്നത് കണ്ട് അവന് ദേഷ്യം പിടിച്ചു. ഇതെന്താ അമ്മേ, എനിക്കിത് ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്കറിയില്ലേ, ഈ പുട്ടും കടലയും. രുദ്രൻ കസേരയിലിരിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് മുഖം കടുപ്പിച്ചു നിന്നു. എനിക്കിനൊന്നും വേണ്ട. രുദ്രൻ ദേഷ്യം ഭാവിച്ച് തിരികെ പോകാൻ തുടങ്ങുകയായിരുന്നു. നിദ്ര ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നതേ ഉള്ളൂ. എടാ, ഇത് അരിപ്പുട്ടല്ല കേട്ടോ, കപ്പപ്പുട്ടാണ്. നീ ഒന്ന് കഴിച്ചു നോക്കിയേ, നല്ലതാ. ഗായത്രി ദേവി വെറുതെ അവനെ ഒന്ന് നിർബന്ധിച്ചു നോക്കി. അത്രയും നേരം കടുംപിടുത്തം പിടിച്ചു നിന്നിരുന്ന രുദ്രൻ്റെ മുഖം വിടർന്നു. കപ്പപ്പുട്ടോ? അത് കൊള്ളാലോ. രുദ്രൻ ഇരുന്ന് പാത്രത്തിൽ ഭക്ഷണം പകർന്ന് കഴിക്കാൻ ആരംഭിച്ചു. അവനതൊരു വാക്കഴിച്ചപ്പോൾ തന്നെ ഇഷ്ടമായി. നിദ്ര അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കുന്നതിനിടയിൽ അത് മനസ്സിലാക്കിയെടുത്തു. അവൾക്കതിയായ സന്തോഷം തോന്നി. പിന്നെ ഓരോ വാക്കഴിക്കുമ്പോഴും അവൻ ഭക്ഷണത്തെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. അടിപൊളി, ഇവിടെ വന്നിട്ട് ഇത്ര രുചിയിൽ ആദ്യമായാണ് കഴിക്കുന്നത്. കൊള്ളാം അമ്മേ, ഭവാനി ചേച്ചി സൂപ്പർ കേട്ടോ. കൈ ഉയർത്തി അതുവഴി വെള്ളം കൊണ്ടുവയ്ക്കാൻ വന്ന ഭവാനിയോടുകൂടെ രുദ്രൻ പറഞ്ഞു. അയ്യോ മോനെ, അത് ഞാനുണ്ടാക്കിയതല്ല കേട്ടോ, ഇന്നത്തെ പാചകം മുഴുവൻ നിദ്രമോൾ ഉണ്ടാക്കിയതാണ്. മോളുടെ കൈപ്പുണ്യാണെല്ലാം. ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഭവാനി അവിടെ നിന്നും പോയി. നിദ്ര വിറച്ചു പോയിരുന്നു.
രുദ്രൻ അവളെ അമ്പരപ്പോടെ നോക്കുകയാണ് ഉണ്ടായത്. അവളുടെ ചെറിയമ്മെന്ന് പറഞ്ഞ സ്ത്രീ അന്ന് പറഞ്ഞത് നിദ്ര വീട്ടിലൊരു ജോലിയും ചെയ്യില്ല, എല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്നാണല്ലോ. സത്യത്തിൽ ഇതിലെന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ എന്ന് അവന് തന്നെ സംശയം തോന്നി തുടങ്ങിയിരുന്നു. തനിക്ക് മുന്നിൽ ആലില പോലെ വിറച്ചു നിൽക്കുന്നവളെ കാണുമ്പോൾ സംശയിക്കാനൊട്ട് തോന്നുന്നില്ല താനും. നിദ്ര വിളറിയ മുഖത്തോടെ രുദ്രന്റെ നേരെ ഒന്ന് നോക്കി. അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഭാവമാറ്റങ്ങൾ ഏതും കൂടാതെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. കഴിച്ചു കഴിഞ്ഞിട്ടും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. വാഷ് ബേസിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ നിദ്രയ്ക്ക് സമാധാനമായി. നിദ്രേ, ആ ടവലിങ് എടുക്കാമോ? ഉറക്കെയുള്ള രുദ്രന്റെ വിളി കേട്ടതും അവളുടെ സമാധാനം പിന്നെയും പോയി. വെപ്രാളത്തിൽ അമ്മയെ നോക്കിയപ്പോൾ ഗായത്രി ദേവി ഒരു വെളുത്ത കട്ടിയുള്ള ടവൽ അവളുടെ കയ്യിലേക്ക് ചിരിയോടെ വെച്ചു കൊടുത്തു. അമ്മ കൊണ്ട് കൊടുക്കാമോ? ദയനീയമായ അവസ്ഥയിൽ നിദ്ര ചോദിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് ചിരി വന്നു പോയി. നിന്നെയല്ലേ വിളിച്ചത്, നീ ചെല്ല്, ഞാനെങ്ങും ഇല്ല. അവർ കൈയൊഴിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത് നിസ്സഹായതയോടെ നിദ്ര കണ്ടു നിന്നു. നിദ്ര, ആർ യു ദേർ? ഒരിക്കൽ കൂടി അവൻ്റെ നീട്ടിയുള്ള വിളി കേട്ടാണ് നിദ്ര കാലുകൾ വേഗത്തിൽ ചലിപ്പിച്ചത്. ഇതാ. തിരക്കിട്ട് അവൻ്റെ നേർക്ക് ടവൽ നീട്ടിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ നിദ്ര പറഞ്ഞു. അവളെയൊന്ന് നോക്കിയിട്ട് രുദ്രൻ ആ ടവൽ വാങ്ങി മുഖവും കൈയും തുടച്ചു. ഒരു ഇരുട്ട് കയറിയ ഇടനാഴിയായിരുന്നു അത്. വളരെ ചെറിയ രീതിക്ക് പ്രകാശം പൊഴിക്കുന്ന ഒരു ബൾബാണ് അവിടെ ഘടിപ്പിച്ചിട്ടുള്ളതും. അവിടെ നിൽക്കുമ്പോൾ രുദ്രൻ്റെ ഭാവം എന്താണെന്ന് അവൾക്ക് വ്യക്തമായില്ല. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ നിദ്രയെ പിന്നിൽ നിന്നും രുദ്രൻ വലിച്ചടുപ്പിച്ചപ്പോൾ നിദ്ര ഞെട്ടിയിരുന്നു. അവളുടെ ശ്വാസഗതി ഉയരുന്നത് രുദ്രൻ ഗൂഢസ്മിതത്തോടെ അറിഞ്ഞു. നീ ഒരു വലിയ പുണ്യാളത്തി ചമയുന്നുണ്ടല്ലോ എൻ്റെ മുന്നിൽ. എന്താ ഉദ്ദേശം മോളുടെ? അവൻ്റെ കാതരമായ സ്വരം അവളുടെ കാതിൻ്റെ പിറകിൽ വീണു പൊള്ളി. ഭയം കൊണ്ട് പിടഞ്ഞ നിദ്ര മറുപടിയൊന്നുമില്ലാതെ ഉമിനീര് വിഴുങ്ങി. രുദ്രൻ്റെ പിടി വയറിനു മേലമർന്നപ്പോൾ നിദ്ര ഒന്ന് തള്ളിപ്പിഴഞ്ഞ് മാറാൻ ശ്രമം നടത്തിയപ്പോൾ ദ്രുതഗതിയിൽ രുദ്രൻ അവളെ തിരിച്ചു തനിക്ക് നേരെ നിർത്തി. അപ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. ഒച്ച വെച്ച് ബഹളമുണ്ടാക്കാനോ സ്വരമുയർത്തി എന്തെങ്കിലും പറയാനോ പറ്റിയ സമയവും സ്ഥലവും അല്ലിത് എന്ന് അവൾക്കറിയാമായിരുന്നു. അമ്മ വന്നാൽ പോലും തങ്ങൾ തമ്മിലുള്ള നല്ല കുറച്ച് നിമിഷങ്ങളാണെന്ന് മാത്രമേ കരുതുകയുള്ളൂ. അടുക്കള ഭരണം ഏറ്റെടുത്ത് എൻ്റെ അമ്മയെ പാട്ടിലാക്കി. അതെന്തായാലും അമ്മ നിനക്ക് സപ്പോർട്ടാണല്ലോ. പക്ഷേ എന്താ മോളുടെ ഉദ്ദേശം? നല്ല വെള്ളം ചമഞ്ഞ് എന്നെ കയ്യിലെടുക്കാനാണോ ഇന്ന് നീ മുറിയിൽ വെച്ച് എൻ്റെ അടുത്ത് അഹങ്കാരം പറഞ്ഞത്? രുദ്രൻ വളരെ താഴ്ന്ന സ്വരത്തിൽ അവളോട് ചോദിച്ചു. നിദ്രയുടെ കവളിൽ അവൻ്റെ ശ്വാസം വീണ് പഴുത്തു ചുട്ടപ്പോൾ അവൾ മുഖം വെട്ടിച്ചു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കരുതാം, നെഞ്ച് പിളർത്തി കാണിക്കാൻ ഞാൻ ഹനുമാനൊന്നും അല്ലല്ലോ. പിന്നെ നീ ആരാ? ശൂർപ്പണകയാണോടി? അവൻ്റെ കൈവിരലുകൾ അണിവയറിലെക്കിളി പടർത്തുന്നത് അവളെ അസ്വസ്ഥമാക്കി തീർത്തു. ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളെ തൊടാൻ നിങ്ങളാരാ? രാവണനോ? അവളുടെ താഴ്ന്നതാണെങ്കിലും മുറുക്കമുള്ള സ്വരത്തിൽ അവളുടെ ദേഹത്ത് നിന്നും അവൻ്റെ കൈകൾ തെല്ലൊന്നയഞ്ഞു. അപ്പോഴാണ് അവൾക്ക് അല്പമെങ്കിലും ശ്വാസം കിട്ടിയത്. പക്ഷേ ഞൊടിയിടയിൽ തന്നെ രുദ്രൻ അവളെ പിന്നെയും വരുതിക്കുള്ളിലാക്കിയിരുന്നു. കൂടുതൽ തീവ്രതയോടെ രുദ്രൻ അവളെ ദേഹത്തോട് ചേർത്ത് വലിച്ചടുപ്പിച്ച് നിർത്തിക്കൊണ്ട് അവളുടെ കാതിൽ മന്ത്രിച്ചു. ഓത്തേടി, ഞാൻ രാവണനാ, 10 തലയുള്ള രാവണൻ. എളുപ്പത്തിലൊന്നും എന്നെ വീഴ്ത്താമെന്ന് നീ കരുതണ്ട. ഇവിടെ നിന്നും പോകുന്നത് വരെയുള്ളൂ നിന്റെ ഈ പ്രകടനമൊക്കെ എന്ന് ഓർത്തോ. എൻ്റെ ബംഗ്ലാവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നീ ശബ്ദിക്കുക പോലുമില്ല. രുദ്രൻ പറഞ്ഞു തീർന്നതും അവളൊന്ന് മുഖമുയർത്തി നോക്കി. അവളുടെ ചുണ്ടുകൾ ദേഷ്യത്തിൽ ചുവന്ന് വിറകൊള്ളുന്നത് രുദ്രൻ കൊതിയോടെ നോക്കി നിന്നു. അവൻ്റെ വികാരങ്ങൾ അവനെ കൊണ്ടടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. നിദ്ര മറുപടിയായി എന്തോ പറയാൻ പുറപ്പെടും മുന്നേ തന്നെ അവളുടെ ചുണ്ടുകൾ മുഴുവനായി അവൻ വായിലൊതുക്കി കഴിഞ്ഞിരുന്നു. ഞെട്ടലിൽ നിദ്ര പെരുവിരൽ ഒന്നുയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൽ ഇറുക്കെ പിടിച്ച് കണ്ണുകൾ മുറുക്കെ പൂട്ടി. അതിതീവ്രമായൊരു ചുംബനത്തിനു ശേഷം കിതപ്പോടെ നിദ്രയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി നിർത്തിക്കൊണ്ട് അവളെ നോക്കി ഒറ്റ കണ്ണിറുക്കി രുദ്രൻ അവിടെ നിന്നു പോയി കഴിഞ്ഞിരുന്നു. നിദ്ര പൊടിഞ്ഞു തുടങ്ങിയ കണ്ണുനീർ താഴെ വീഴാൻ സമ്മതിക്കാതെ വേഗം ചുണ്ടും മുഖവുമെല്ലാം അമർത്തി കഴുകി.